മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ജൈവവീര്യത്തിൽ ഒരു സാരംഗശ്രുതി. കിട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. രാസവളങ്ങളും രാസകീടനാശിനികളും നല്ല ഉദ്ദേശത്തോടെ ഉപയോഗിക്കപ്പെടാവുന്നതാണെങ്കിലും അമിത ലാഭം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള മാനവകരങ്ങളിൽ അവ മാനവരാശിക്ക് തന്നെ ശാപമായി മാറുന്നു. കമ്പോളങ്ങളിൽ ലോറിക്കണക്കിന് വന്നെത്തുന്ന ഓരോ പച്ചക്കറിയും ആരോഗ്യവകുപ്പ് പരിശോധിച്ച് ദോഷകരമല്ലെന്ന് ഉറപ്പുവരുത്തി നമുക്ക് വാങ്ങാമെന്ന് കരുതിയാൽ അത് മഹാമണ്ടത്തരമാവും. രാസവിഷം നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾക്കെതിരെ ജനങ്ങൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് ഒട്ടേറെ കാലമായി. ജനങ്ങളെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബഹളങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഒരു സാധാരണ കുടുംബം ജൈവഭക്ഷണം മാത്രം വ്രതമാക്കി ഏവർക്കും മാതൃകയാകുന്ന കാഴ്ചാവിരുന്നാണ് ഇന്നത്തെ നൂറുമേനിയിൽ. മായമില്ലാത്ത തേൻ നുകരാൻ ചെറുകുരുവികൾ പോലും അഭയം തേടുന്നു കായംകുളത്തെ കീരിക്കാട്ട് പത്തിയൂരിൽ വിദ്യാസാരംഗിന്റെ ഈ സാരംഗ് ഹൗസിൽ. രാവിലെ ഉണരുന്ന ഭാര്യ മീനേ മീൻ എന്ന് വിളിച്ചുകൂവിയെത്തുന്ന മീൻ കച്ചവടക്കാരനെ കാത്തു നിൽക്കുന്നത് സാരംഗിനത്ര ഇഷ്ടമുള്ള കാര്യമല്ല. 36 സെന്റ് വിസ്താരമുള്ള പറമ്പിൽ ഒതുങ്ങുന്ന വീട്ടുമുറ്റത്തെ ചെറിയൊരു കുളത്തെ സാരംഗ് ഒരു മഴവെള്ള സംഭരണിയാക്കി വിപുലീകരിച്ചിരിക്കുന്നു. തനിക്ക് പ്രിയങ്കരമായ ശുദ്ധജല വളർത്തു മത്സ്യങ്ങൾക്ക് ഈ കുളം താവളമായി. ഗിഫ്റ്റ് തിലോപ്പിയ, റോഹു, കട്ല, ഗ്രാസ് കാർപ്പ്, ആവോലി മച്ചാൻ അഥവാ നട്ടർ എന്നിവയാണ് പ്രധാന മത്സ്യയിനങ്ങൾ. മണിക്കൂറുകളോളം ചൂണ്ടലിട്ട് കാത്തിരിക്കുകയൊന്നും വേണ്ട. മീനുകൾ ചൂണ്ടലിനെ കാത്തിരിക്കുകയായിരുന്നോ എന്ന് ആരും സംശയിച്ചു പോകും സാരംഗ് മീൻ പിടിക്കുന്നത് കണ്ടാൽ.
മഴവെള്ളം തുള്ളിയും പാഴായി പോകാതെ കുളത്തിലെത്തിക്കാൻ സാരംഗ് അവലംബിച്ചിരിക്കുന്ന രീതിയും കൗതുകകരം തന്നെ. അതിനുള്ള സംവിധാനമൊന്നും സാരംഗ് ഹൗസിൻ്റെയും അതിനു ചുറ്റുമുള്ള ഉദ്യാനത്തിൻ്റെയും കമനീയതയ്ക്ക് കോട്ടമാകരുതല്ലോ. എട്ടു വർഷത്തെ പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ ഒരു സ്വച്ഛ ജീവിതം. വരുമാനത്തിന് മാവേലിക്കരയിൽ സാരംഗ് സ്പോർട്സ് ആൻഡ് ഗുഡ്സ് ഷോപ്പുമുണ്ട് അദ്ദേഹത്തിന്. അലച്ചിലില്ലാതെ ഇത്തിരി നല്ല ഭക്ഷണവും വേണം. ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഈ പുരയിടത്തിൽ തന്നെയുണ്ട്. ചെഞ്ചീര, പച്ചച്ചീര, വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി, മല്ലിയില, പുതിന, പയർ, പാവൽ, ചേമ്പ്, കോവൽ, കറിവേപ്പില, ചേന, കൂർക്ക, ചെറിയ ഉള്ളി, ചോളം. മരച്ചീനി, വെള്ളരി, നാരകം, എല്ലാം സാരംഗ് കുടുംബത്തിന്റെ ഉദ്യാന മോഹിനികൾ തന്നെ. മത്സ്യവും പച്ചക്കറിയും മാത്രം പോരല്ലോ, ആവശ്യത്തിന് പഴവർഗ്ഗങ്ങളും വേണ്ടേ? വാഴപ്പഴത്തിന് വാഴകൾ, പിന്നെ എളന്തപ്പഴം, പേര, റെഡ് ലേഡി പപ്പായ, സ്വീറ്റ് അമ്പഴങ്ങ, സപ്പോട്ട, രണ്ടിനം ജാമ്പ. പുളിക്കോ ഇതാ പിണർപ്പുളി കണ്ടില്ലേ? മൂവാണ്ടൻ മാവുമുണ്ട്.
അരയ്ക്കാനുള്ള തേങ്ങയുമായി പറമ്പിൽ അവിടെവിടെയായി തല ഉയർത്തി നിൽക്കുന്നു തെങ്ങുകൾ. മുറ്റം നിറയെ മുന്തിരിവള്ളി പടർത്തി എന്ന പഴയ ഒരു സിനിമാ ഗാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുത്തുക്കുലകൾ അണിഞ്ഞ മുന്തിരിവള്ളികൾ. പണ്ട് മുതലേ എനിക്ക് കൃഷി ചെയ്യാൻ വളരെ വലിയ താല്പര്യമായിരുന്നു. ചെറിയ രീതിയിലൊക്കെ ഓരോന്നോരോന്നോ ചെയ്തു. പിന്നെ കൂടുതൽ വെറൈറ്റി കൃഷി ചെയ്യാനാണ് താല്പര്യം. നോർമലി ഇവിടെ ആരും ചെയ്യാത്ത ഐറ്റം, അതായത് ഉള്ളി, കൂർക്ക, വെളുത്തുള്ളി, അമരപ്പയർ, ചോളം തുടങ്ങിയ ഇവിടെ സാധാരണഗതിയിൽ ആരും ചെയ്യാറില്ല. അങ്ങനെയുള്ള കുറേ വെറൈറ്റിയൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഞാൻ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു രീതിയിലും വെളിയിൽ നിന്ന് നമ്മൾ ഫുഡിന് വെജിറ്റബിൾസ് ആയാലും ഫിഷ് ആയാലും അധികം വാങ്ങാറില്ല. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമൊക്കെ ഉള്ളൂ ഇത്. പിന്നെ വൈഫ് വളരെ നല്ല രീതിയിൽ എനിക്ക് സഹായമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ കിറ്റുകളും തൂക്കി പർച്ചേസിംഗ് നടത്താൻ പച്ചക്കറി മത്സ്യ മാർക്കറ്റുകളിൽ തിരക്കുപിടിച്ചലയുന്ന ഏതൊരു കുടുംബവും സാരംഗ് കുടുംബത്തിന്റെ ആയാസരഹിതമായ ജീവിത സൗഭാഗ്യത്തിൽ അസൂയപ്പെടും. ഒരു മഴവെള്ള സംഭരണി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് കാരണം നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ വലിയ പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ വെള്ളവും സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഈ പറമ്പിൽ തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു. അത് ഞാൻ വീട് വെച്ചെണ്ണ കുറച്ചുകൂടെയൊക്കെ വൃത്തിയാക്കിയിട്ട് മഴവെള്ള സംഭരണി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് വീടിൻ്റെ പുറത്ത് വീഴുന്ന മുഴുവൻ വെള്ളവും അതിൽ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വീട്ടിലെ വേണ്ട മുഴുവൻ മീനും നമുക്കതിൽ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്, വളർത്താൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. മത്സ്യമാറ്റം ഇട്ട കാരണം ഈ കളയുടെ ശല്യം തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് സമയം വളരെ ലാഭിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.